ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ബ്ലൂം ചാനൽ. ഇന്ന് നമുക്ക് വളരെ ഈസിയും ബ്യൂട്ടിഫുള്ളുമായിട്ടുള്ള ഒരു അബ്സ്ട്രാക്ട് ബൊട്ടാനിക്കൽ ആർട്ട് വരച്ചാലോ. ആദ്യം ഒരു പിങ്ക് ബ്രഷ് പെൻ ഉപയോഗിച്ച് ഒരു അബ്സ്ട്രാക്ട് ഷേപ്പ് വരയ്ക്കാം. അബ്സ്ട്രാക്ട് ആർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഇവിടെ പെർഫെക്റ്റ് ഷേപ്പിൻ്റെ ആവശ്യമില്ല കേട്ടോ. നമ്മുടെ ക്രിയേറ്റിവിറ്റിക്കാണ് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. ഇനി വരച്ച ഷേപ്പ് മുഴുവൻ പിങ്ക് കളർ കൊണ്ട് ഫിൽ ചെയ്യണം. നന്നായി സ്മൂത്തായി കളർ ചെയ്താൽ ആർട്ട് വർക്ക് കൂടുതൽ അട്രാക്റ്റീവായിട്ട് കിട്ടും. ഇത്തരം ബോൾഡ് കളർ ബ്ലോക്സ് ഉപയോഗിക്കുമ്പോൾ ആർട്ട് വർക്കിന് ഒരു മോഡേൺ എസ്തെറ്റിക് ലുക്ക് ലഭിക്കും. അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റൈൽ ഇപ്പോൾ വളരെ പോപ്പുലർ ആയിരിക്കുന്നത്. ഈ ഒരു ബൊട്ടാനിക്കൽ ഡോഡ് വരച്ചതിന് ശേഷം ഇതേപോലെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ബൊട്ടാനിക്കൽ ഡോഡ് വരയ്ക്കുക. ഇതിൻ്റെ ഉള്ളിലും ഫുൾ പിങ്ക് കളർ കൊണ്ട് തന്നെ ഫിൽ ചെയ്യാം. നമ്മൾ ഈ ഒരു ഷേപ്സിലൊക്കെ ഡിഫറൻസ് കളേഴ്സിലായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആർട്ട് വർക്കിന് കൂടുതൽ അട്രാക്റ്റീവായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന കളർ തന്നെ യൂസ് ആക്കണം എന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇതിൽ ട്രൈ ചെയ്യാം കേട്ടോ. ഇങ്ങനെയുള്ള ആർട്ടൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഡ്രോയിങ്ങിനൊക്കെ നല്ല ബാലൻസ് കിട്ടാൻ സാധിക്കും കേട്ടോ. നമ്മൾ കുറേ ആൾ പണ്ടൊക്കെ ഡ്രോയിങ് ചെയ്യും, ഇല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്കായിക്കോട്ടെ, എനിക്ക് ഇങ്ങനെയുള്ള ആർട്ട് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് മടി കാരണം കൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ആർട്ടാണിത്. ഈ ഒരു ഡൂഡിലായിട്ട് വരയ്ക്കാൻ നമുക്ക് വലിയ കഷ്ടപ്പാടൊന്നുമില്ല കേട്ടോ. ഒരു ബുക്കും കുറച്ച് സ്കെച്ചും അല്ലെങ്കിൽ ബ്രഷ് പെന്ന അല്ലെങ്കിൽ സാധാ പെന്നായിക്കോട്ടെ, എന്തുണ്ടെങ്കിലും നമുക്ക് ഇതിങ്ങനെ ട്രൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി എംപ്റ്റി സ്പേസുകളിൽ യെല്ലോ കളർ ഉപയോഗിച്ച് കുറച്ച് അബ്സ്ട്രാക്ട് ഷേപ്സ് ആഡ് ചെയ്യാം. ഷേപ്പുകൾ സിമ്പിളായിട്ട് വരച്ചാൽ മതി കേട്ടോ. ഇതേപോലെ പിങ്കും യെല്ലോവും ചേർന്നാൽ ആർട്ട് വർക്കിന് ബ്രൈറ്റും എസ്തെറ്റിക് ലുക്കും ഒക്കെ നമുക്ക് ലഭിക്കും. നിങ്ങൾക്കിതിൽ ഇഷ്ടമുള്ള കളർ ചൂസ് ആക്കാം കേട്ടോ. ഈ ഒരു ഡ്രോയിങ്ങിൻ്റെ ബ്യൂട്ടി അതിൻ്റെ സിംപ്ലിസിറ്റിയിലാണ്. കുറച്ച് ഷേപ്സും കുറച്ച് കളേഴ്സും മാത്രം ഉപയോഗിച്ചിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആർട്ട് വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഈ ഒരു ഷേപ്പിന് യെല്ലോ കളർ അടിച്ചതിന് ശേഷം ഇതിന് നേരെ ഓപ്പോസിറ്റ് ഇതേപോലെ വേറൊരു ഷേപ്പ് വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലും യെല്ലോ കളർ ഫിൽ ചെയ്യാം. ഇപ്പോൾ തന്നെ നമ്മൾ ആർട്ടിന് കുറച്ച് ഭംഗിയൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. ഇനി ഒരു ബ്ലാക്ക് പെന്നോ അല്ലെങ്കിൽ ബ്ലാക്ക് സ്കെച്ചോ ഉപയോഗിച്ചിട്ട് നടുവിലൊരു സിമ്പിൾ ബൊട്ടാനിക്കൽ ഡൂഡിൽ വരയ്ക്കുക. ആദ്യം തന്നെ ഇതിനൊരു സ്റ്റെം വരയ്ക്കണം. അതിനുശേഷം സ്റ്റെമ്മിൻ്റെ ഇരുവശത്തും ലീഫ് ഷേപ്പ് ലൂപ്സ് ആഡ് ചെയ്യാം. ബൊട്ടാനിക്കൽ ഡൂഡിൽ ആഡ് ചെയ്യുന്നത് ആർട്ട് വർക്കിന് ഒരു എലഗൻറ്റ് ടച്ച് നൽകും. സിമ്പിൾ ബ്ലാക്ക് ലൈൻസ് മുഴുവൻ ഡ്രോയിങ്ങിനെയും മറ്റൊരു ലെവലിലേക്ക് എത്തിക്കുന്നുണ്ടല്ലേ. അത് നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഈ ലീഫ് വരച്ചതിന് ശേഷം ലീഫിൻ്റെ ഇടയിൽ ഈ വരക്കുന്ന പോലെ ചെറിയ ചെറിയ ലൈൻസ് വരച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ സ്റ്റെമ്മ് കുറച്ച് ഡാർക്ക് ആക്കി കൊടുക്കുക. ഇനി ഈ ലീഫിലൊക്കെ ബ്ലാക്ക് കളർ കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഈ ലീഫിൻ്റെ ഇടയിൽ വരച്ച ലൈൻസ് ഇല്ലേ, അതിൻ്റെ മുകളിൽ ചെറിയ ചെറിയ ഇതേപോലെ കാണുന്ന പോലെ ചെറിയ ചെറിയ ഡോട്ട്സ് ഇട്ടെടുത്ത് അതിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് കളറായിട്ട് ഫിൽ ചെയ്യാം കേട്ടോ. ഇത്തരത്തിലുള്ള അബ്സ്ട്രാക്ട് ഡൂഡിൽ ആർട്ട് വർക്ക് സ്കെച്ച് ബുക്ക് ഡെക്കറേഷൻസിനും കൂട്ടത്തിൽ ജേർണലൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതിൻ്റെ പേജസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ റൂം വാൾ ഡെക്കറേഷൻസിനും ഉപയോഗിക്കാൻ പറ്റിയതാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കൂട്ടുകാരെ. See you in the next video. Bye.